ഈ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. ആയിട്ട് പോകുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങളോടൊക്കെ ഈ തെറി പറയുന്നതിനോടൊക്കെ എനിക്ക് ചിരിയാണ് വരാറുള്ളത്. നിങ്ങളുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധമില്ല. പിന്നെ എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയില്ല. പറഞ്ഞോട്ടെ, അവർക്ക് റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും. സോ ഇനിയും തൊട്ടുള്ള വിവാദങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന കേസേ അല്ല. അതുപോലെ തന്നെ എനിക്ക് വിവാദങ്ങളോട് പറയാനുള്ള മറുപടികളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. വീണ്ടും രേണുസുതിക്ക് 8ന്റെ പണി കിട്ടിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. കിച്ചു ഇന്നലെ പാതിരാത്രിയിൽ ലൈവിൽ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രേണുസുതി പറയുന്ന മെയിൻ ഒരു പോയിന്റ്, ചെറുക്കനെ മാനുപ്പുലേറ്റ് ചെയ്തതാ, അവനെ മാനുപ്പുലേറ്റ് ചെയ്തതാ. കിച്ചു വ്യക്തമായിട്ട് ഇന്നലെ പറഞ്ഞു, എന്നെ ആരും മാനുപ്പുലേറ്റ് ചെയ്തിട്ടില്ല, ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ അനുഭവിച്ച കാര്യങ്ങൾ അത് വന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. കിച്ചു ഇന്നലത്തെ ആ ലൈവിൻ്റെ ആ ഒരു ടൈറ്റിലിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, മാനുപ്പുലേഷൻ ഒന്നും ഇല്ല എന്ന്. രേണുസുതി വീണ്ടും വീണ്ടും താഴത്തേക്ക് പോവുകയാണല്ലോ ചേച്ചി. ഇന്നലെ ആ ലൈവ് കണ്ടിട്ടാണോ എന്നറിയത്തില്ല, രേണു ചേച്ചി വന്ന് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, എല്ലാം വിശദമായി കേൾപ്പിക്കാം. അതിനു മുമ്പ് ഈ രേണുസുതിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അറിയാൻ താല്പര്യമില്ലാത്തവർ ഈ ഒരു വീഡിയോ കാണാനിരിക്കണ്ട, നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളൂ. എന്ന് വെച്ച് ഈ ചാനലിൽ രേണുസുതി റിലേറ്റ് ചെയ്ത് മാത്രമായിരിക്കില്ല വീഡിയോ വരുന്നത്. രാഷ്ട്രീയപരമായിട്ട് പിഷാരടി എല്ലാം സംസാരിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളേ പിഷാരടിയുടെ പേര്. വേറെ പല കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. കൂടാതെ ഇന്നലത്തെ രഞ്ജിത്തിന്റെ കേസ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്, കാണാത്തവരാതൊന്ന് പോയി കാണുക. ഇനിയും രേണുസുതിയിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്, അതുകൊണ്ട് തന്നെ താഴെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇനി നമുക്ക് കിച്ചു പറയുന്ന കുറച്ച് കാര്യങ്ങൾ അതൊന്ന് കേൾക്കാം, വളരെ വ്യക്തതയോടുകൂടി തന്നെ അവൻ പറയുന്ന കാര്യങ്ങൾ. വേറൊന്നും പറയാനായിട്ട് വന്നതല്ല, എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും സംഭവം മനസ്സിലാവുന്നുണ്ട്, ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാണ്. ഞാൻ ഓക്കെയാണ്, വേറൊരു പ്രശ്നമൊന്നുമില്ല എനിക്ക്. ഞാൻ എൻ്റെ കുറച്ച് പണ്ടത്തെ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞതേ ഉള്ളൂ. കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. പണ്ടത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പൊ ഇറങ്ങുന്ന ന്യൂസും കാര്യങ്ങളൊന്നും എന്നെ എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇത് ഞാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. എനിക്ക് പറയുള്ളൂ, ഞാൻ ഓക്കെ ആണെന്ന് എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. കാരണം എനിക്ക് ഭയങ്കരമായിട്ട് കോളും മെസ്സേജും എല്ലാവരും എനിക്ക് വന്ന് ഇൻസ്റ്റയിലാണെങ്കിലും ഭയങ്കരമായിട്ട് മെസ്സേജ് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ലൈവിൽ വന്ന് പറയാമെന്ന് വിചാരിച്ചു. ഞാൻ ഓക്കെ ആണ്, വേറെ പ്രശ്നമൊന്നുമില്ല. കിച്ചു പറഞ്ഞ കാര്യങ്ങൾ ബാക്കി കേൾപ്പിക്കാമേ. കിച്ചു പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും നല്ല വൃത്തിക്ക് മനസ്സിലായിട്ടുണ്ട് ഇല്ലേ? ആർക്കും മനസ്സിലാകാഴികയൊന്നും ഇല്ലല്ലോ. ഉണ്ട്, ചില ആളുകൾക്ക് മനസ്സിലായിട്ടില്ല. ആർക്കാണെന്നല്ലേ? രേണുസുതിയുടെ ചില അടിമകൾക്ക്, അങ്ങനെ തന്നെ ഞാൻ അവരെ വിശേഷിപ്പിക്കും. ചില ആളുകൾ അവരിപ്പോഴും കിച്ചു പറഞ്ഞതൊന്നും കറക്റ്റായിട്ടൊന്നും തലയിലോട്ട് കയറ്റിയിട്ടില്ല. ആകെ മറ്റേ 5 സ്റ്റാർ ഹോട്ടലിൻ്റെ കേസും പിടിച്ച് ഇപ്പോഴും ഇരിപ്പുണ്ട്. എന്നാൽ അവൻ അതിനകത്ത് വേറെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. രേണുസുതി പോലും ആ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട്, കിച്ചുവിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ അവൻ ചോദിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അവൻ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾക്കും രേണുസുതി റിപ്ലൈ തന്നേനെ. രേണുസുതിയുടെ കുടുംബത്തിനെതിരെ വരെ അതിൽ പരാമർശങ്ങളുണ്ട്. രേണുസുതിയുടെ അച്ഛൻ, അമ്മ, ചേച്ചി, ചേച്ചിയുടെ ഭർത്താവ്. എന്നാൽ അതൊന്നും രേണു മിണ്ടുന്നേ ഇല്ല. അതിനോടൊക്കെ രേണു കണ്ണടച്ച് കാണിക്കുക. രേണു അവിടെ തന്നെ തീർന്നു. നിങ്ങൾ ജനങ്ങൾ പൊട്ടന്മാരല്ല ആണോ? നിങ്ങൾ ആരെങ്കിലും പൊട്ടന്മാരാണോ? എനിക്ക് തോന്നുന്നില്ല. എല്ലാവർക്കും കാര്യങ്ങൾ അതോടുകൂടി തന്നെ കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി. രണാച്ചുന പിടികിട്ടിയോ? ഇനി എത്ര വന്ന് ഇപ്പൊ പുതിയൊരടവ ഇറക്കിയേക്കുന്നത്. ആദ്യമേ കരച്ചിലായിരുന്നു, ഇപ്പം മറ്റേ ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഹാപ്പി, ഇതൊന്നും എൻ്റെ രോമത്തെ പോലും എന്ന് പറഞ്ഞ ഒരു സൈഡിൽ കൂടെ ഇടും വീഡിയോ. തൊട്ടപ്പുറത്ത് മറ്റേ സ്റ്റോറിയിൽ വന്നിട്ട് നീ അങ്ങനെ ഇടുമല്ലേടി, നീ പോടി, എൻ്റെ ഗുരുവൊന്നും പൊട്ടത്തില്ലടി എന്നുള്ള വേറൊരു സൈഡിൽ. എനിക്കൊന്ന് 2 വേർഷനായി ഇപ്പൊ രേണുസുതിക്ക്. ഇച്ചിരി കിളി പോയെന്നാ തോന്നുന്നത്. പറയുന്ന കാര്യങ്ങൾ കേൾപ്പിച്ചു തരാം. അതിനു മുമ്പ് നമ്മുടെ കിച്ചു പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്ന് കേൾക്കാം. ഈ വരുന്ന ന്യൂസുകളും കാര്യങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഞാൻ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ട് എല്ലാവർക്കും. ഇപ്പം പറഞ്ഞുകൊണ്ടെങ്കിൽ ഇപ്പം കുറച്ച് എന്നെ പറ്റി എന്താണ് ഓരോരോ ന്യൂസുകളൊക്കെ വരാം. അതൊന്നും എന്നെ എഫക്ട് ചെയ്യത്തില്ല എന്ന് പ്രതീക്ഷിക്കാൻ തന്നെ പോവും. പറയണമെന്നുണ്ട്. ഡ്രൈവ് ചെയ്യല്ല, ഞാൻ വീട്ടിൽ തന്നെ ആട്ടാം.
പറ്റി ഒരുപാട് ന്യൂസുകൾ ഇറങ്ങാം. ഇനിയിപ്പോ പറയാൻ ഈ ഒരു പെണ്ണിനെ കയറി പീഡിപ്പിച്ചെന്ന് വരെ വേണമെങ്കിൽ വരാം ന്യൂസുകളൊക്കെ. എന്താണെങ്കിലും ഞാൻ അതിനൊന്നും മൈൻഡ് ചെയ്യത്തില്ല. ഇത്രേ ഉള്ളൂ. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഒരു പാസ്റ്റ് ആയിരുന്നു എൻ്റെ അത്. ഞാൻ ഓക്കെ ആയിട്ട് നിൽക്കുകയാണ് ഇപ്പം. ഹാപ്പിയാണ്. കുഴപ്പമൊന്നുമില്ല. കൊല്ലത്തെ വീട്ടുകാരോടൊപ്പം നിൽക്കുക. ഞാനൊരു വലിയ റെസ്പോൺസ് കിട്ടുമെന്ന് പോലും ഞാൻ വിചാരിച്ചിരുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുമ്പം. ബാക്കി കേൾപ്പിക്കാമേ. നേരത്തെ തന്നെ അവൻ അങ്ങോട്ട് ഇട്ട് വെച്ചു എന്തൊക്കെ പരാമർശങ്ങൾ ഇനി എനിക്കെതിരെ വന്നേക്കാമെന്നുള്ളത്. ഇപ്പം പറഞ്ഞതിനകത്ത് തെറ്റൊന്നുമില്ല. കഥകൾ ഇനി പലർക്കും പല രീതിയിൽ വളച്ചൊടിച്ചും പല കഥകളും അടിച്ചിറക്കാം. അതങ്ങനെയാണല്ലോ. കാരണം അവൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞു, ഇതാണ് സംഗതി. അപ്പോൾ പിന്നെ അതിനെ എതിർക്കണമല്ലോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകൾക്ക്. അപ്പോൾ എതിർക്കാനായിട്ട് നമ്മൾ തന്നെ കണ്ടതാണ്. അവൻ പറഞ്ഞ പല കാര്യങ്ങൾക്കും അവർക്ക് റിപ്ലൈ ഇല്ല. അതുകൊണ്ട് തന്നെ അവരിനി ചെയ്യാൻ പോകുന്നത് വേറെന്തെങ്കിലും. അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവൻ മറ്റേതാണ്. കിച്ചു തന്നെ ആ വീഡിയോയിലൊരു സാഹചര്യത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, എനിക്ക് പണ്ട് പല പരിപാടികൾ, പല ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഉപയോഗിച്ച് ഞാൻ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതും ചെന്നെത്തിയത് രേണുവിലേക്കാ. ആ സ്ത്രീ വന്നതിന് ശേഷം അവൻ്റെ മനസ്സാകെ തകർന്നു. അവനോടുള്ള ബിഹേവിയർ അതൊക്കെ കണ്ട് അവൻ അതിനകത്തോട്ട് പോയതാണ് എന്ന് ചില ആളുകൾ പറയുന്നുണ്ട്. എന്നാൽ ഞാനത് മുഴുവനായിട്ട് അങ്ങോട്ട് വിശ്വസിക്കുന്നൊന്നുമില്ല. അത് വിട്. പക്ഷേ പല കഥകൾ ഇനി കിച്ചുവിനെതിരെ വരാനുള്ള സാധ്യതകളുണ്ട്. ഇത് കിച്ചു ഇവിടെ പറഞ്ഞു വെച്ചത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഇനി രേണു ഇറങ്ങുമോ എന്ന് അറിയത്തില്ല. അല്ലെങ്കിൽ രേണുവിൻ്റെ ശിങ്കിടികൾ, അടിമകൾ പല കഥകളും കൊണ്ട് ഇറങ്ങുമോ എന്ന് നമുക്കറിയത്തില്ല. ഒന്ന് ഭയക്കും, കാരണം അവൻ നേരത്തെ പറഞ്ഞു വെച്ചു കാര്യം. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇറങ്ങാൻ സാധ്യത കുറവാണ്. ഇനിയിപ്പോൾ ആകെ ചെയ്യാൻ പറ്റുന്നത് ഒന്നും മൈൻഡ് ചെയ്യാതെ കണ്ണടച്ചങ്ങ് പോവുക. ഞാനിതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, അയ്യേ, ആ ഒരു പുച്ഛത്തോടുകൂടി വേണമെങ്കിൽ നടക്കാം. പക്ഷേ അപ്പോഴും എല്ലാവരും മനസ്സിലാക്കേണ്ട, ഇവർക്ക് ഈ പ്രൊമോഷൻ കൊടുക്കുന്നതും ഷോർട്ട് ഫിലിമുകൾ വിളിക്കുന്നതും പിന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുകളുണ്ടല്ലോ. ഒന്ന് മനസ്സിലാക്കുക, അവരുടെ ഭർത്താവിൻ്റെ മൂത്ത മകൻ അവനാണ് വന്ന് കാര്യങ്ങൾ പറഞ്ഞത്. ആ പറഞ്ഞ കാര്യങ്ങൾക്ക് പോലും പ്രോപ്പറായിട്ട് രേണുവിന് മറുപടി കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അത്ര ഡീസൻ്റ് ഒന്നും അല്ല രേണു എന്നുള്ളത്. അത് കൂടുള്ളവരൊന്ന് മനസ്സിലാക്കുക. ബാക്കിയുള്ളവർക്കെല്ലാം കാര്യം കത്തിയിട്ടുണ്ട് ഇല്ലേ? ഉണ്ട്. കൂടുള്ളവരും കൂടെ ഒന്ന് മനസ്സിലാക്കിയേക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. ബാക്കി നമുക്ക് കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടെ ഒന്ന് കേട്ടേക്കാം. എല്ലാവർക്കും വളരെ നന്ദി. കുറെ പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട് തന്നെ. അതൊക്കെ മതി, എനിക്ക് ആ സപ്പോർട്ടൊക്കെ മതി. ഇതൊക്കെ ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. വേറെ വിശേഷങ്ങളൊന്നും പറയാനായിട്ട് വന്നില്ല ഞാൻ. ഇങ്ങനെ അമ്മേനെ മാത്രം ഫോക്കസ് ചെയ്യല്ല, എന്റെ മൊത്തം കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. എങ്ങനെയാണ് എല്ലാവരുടെ മെസ്സേജസ് ആണെങ്കിലും എനിക്ക് വരുന്ന കോളാണെങ്കിലും എല്ലാവരും പറയുന്ന കാര്യം, ഞാൻ പറഞ്ഞൊരു സംഭവം എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. വളരെ നന്ദി എന്നെ മനസ്സിലാക്കിയത്. ഇപ്പൊ ഓരോ ന്യൂസുകളൊക്കെ ഇനി വരാം, ഒക്കെ വരാമെന്നൊന്നും അറിയത്തില്ല. കുറെ മെസ്സേജ് ഒക്കെ വരുന്നുണ്ട്, എല്ലാത്തിനും റിപ്ലൈ ഇടണമെന്നുണ്ട്. ഈ ഒരു കാര്യം പറയാനായിട്ട് ഞാൻ ജസ്റ്റ് വന്നേ ഉള്ളൂ. ഞാൻ ഓക്കെയാണ് കേട്ടാ, ആരും താവണ്ട. കുഴപ്പമില്ലാതെ ഹാപ്പി ആയിട്ട് പോവാണെങ്കിൽ ഞാൻ മതി, ഇത്രേ ഉള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അവൻ പിന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്നത്, അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും അവൻ പറയുന്നില്ല. പിന്നെ ടൈറ്റിൽ, ഈ വീഡിയോയുടെ ലൈവിന്റെ ടൈറ്റിൽ അവൻ എഴുതി വെച്ചിട്ടുണ്ട്, എന്നെ ആരും മാനിപ്പുലേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. അവിടെ തന്നെ തീർന്നു രേണു. ഇനി നിങ്ങൾ എത്രയൊക്കെ കഥ പറഞ്ഞിറങ്ങിയാലും ആരെയൊക്കെ തെറി പറഞ്ഞിട്ട് ഒന്നും കാര്യമില്ല. മനസ്സിലാക്കണം. രേണു പറയുന്ന കാര്യങ്ങൾ ഇപ്പം ഈ വീഡിയോ കണ്ടതിന് ശേഷമായിരിക്കാം രേണു കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്, കേൾപ്പിക്കാം. അതിനു മുമ്പ് കിച്ചുവിൻ്റെ ഈ ലൈവിൽ തന്നെ അത് വീഡിയോ ആയിട്ട് അപ്ലോഡായി കിടക്കുന്ന സമയത്ത് കിച്ചു അതിനകത്തൊരു കമൻറ്റ് എഴുതി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അത് പെട്ടെന്നൊന്ന് വായിക്കാം. എന്നെ ആരും മാനിപ്പുലേറ്റ് ചെയ്തൊന്നുമില്ല, ഒന്നും അല്ല, ഞാൻ വീഡിയോ ഇട്ടെ. സോറി, ഞാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ ടൈറ്റിലല്ലെന്ന് തോന്നുന്നു, ഈ കമൻറ്റിലാണ് കിച്ചു ഇത് എഴുതി വെച്ചിരിക്കുന്നത്. അതായത് എന്നെ ആരും മാനിപ്പുലേറ്റ് ചെയ്തൊന്നും അല്ല ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്നത്. ചെറുക്കൻ വ്യക്തമായിട്ട് പറഞ്ഞു. ഇനി ഋതപ്പനെയൊക്കെ കാണാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയൂല. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പേടിച്ചാണ് ഒന്നും പറയാതെ ഇരുന്ന് എന്തായാലും നോക്കാം, എല്ലാവരുടെയും സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞൊരു കമൻറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും ഋതപ്പനെയൊക്കെ കിച്ചുമോന് കാണാൻ പറ്റുമോ എന്ന് നമുക്ക് കണ്ടറിയാം. രേണു ചേച്ചി കാണിക്കുമോ എന്ന് നമുക്ക് അറിയത്തില്ല. പക്ഷേ അവൻ പറയുന്ന കണക്ക്, കിച്ചുകുട്ട നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സപ്പോർട്ട്, ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടിയിട്ട് നിനക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. നിന്റെ വീഡിയോയ്ക്ക് റീച്ച് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. അല്ലാതെ ഈ നിന്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് മോനെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാ എന്ന് പറയുന്ന ചില ആളുകൾ അല്ല. ഇപ്പം ഞാൻ പറഞ്ഞാൽ പോലും എനിക്കൊരു പരിധി കൂടുതൽ. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക,
നമുക്കൊരു പരിധി കൂടുതൽ ഇപ്പോൾ കൊല്ലത്താണെങ്കിലോ കോട്ടയത്താണെങ്കിലോ ഇവരുടെ കുടുംബത്തിലോട്ട് കയറി ചെന്ന് ഇവരുടെ കാര്യത്തിൽ ഇടപെടാനും സോൾവ് ചെയ്യാനും പറ്റുമോ? നമുക്ക് ഇല്ല. സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു കമന്റിൽ മാത്രം നമുക്ക് ഒതുക്കാനേ പറ്റുള്ളൂ. ഞങ്ങളുണ്ട്, സപ്പോർട്ടുണ്ട് എന്ന് പറയാനേ പറ്റുള്ളൂ. ഇത് കിച്ചു മനസ്സിലാക്കണം. അല്ലാതെ വേറൊന്നും ആരും നിനക്ക് ചെയ്തു തരില്ല മോനെ, അത് നീ തന്നെ ചെയ്തേ പറ്റുള്ളൂ. വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത്. ബോധമുള്ളവർക്ക് മനസ്സിലായിട്ടുണ്ട് ഇല്ലേ? അല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു വീഡിയോ വരുമ്പോൾ അവനെ സപ്പോർട്ട് ചെയ്ത് വിടാം അല്ലേ? അല്ലാതെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല. അവരുടെ കുടുംബകാര്യം അതിലേക്ക് നമ്മൾ തലയിടുന്നത് ശരിയല്ല. ഒരു പരിധി വരെ നമുക്ക് ഇടപെടാം, അതിൻ്റെ അപ്പുറത്തേക്ക് നടക്കത്തില്ല. ആ പരിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ എന്താണ്, നമ്മുടെ സപ്പോർട്ടുകൾ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക, അതാണ് അല്ലേ? ഇനി രേണു ഈ വീഡിയോ വന്നതിന് ശേഷമാണെന്ന് തോന്നുന്നു. രേണുവും ഇന്നലെ പാതിരാത്രിക്ക് ഒരു റീൽ ഇട്ടിട്ടുണ്ട്. കൂടാതെ സ്റ്റോറി, രേണു ചേച്ചിയുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ ഒരു കാര്യം പറയുന്നുണ്ട്. ഫസ്റ്റ് ഇട്ട റീൽ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമേ, ഒന്ന് കണ്ടോണേ. അത് കഴിഞ്ഞിട്ട് സ്റ്റോറിയിലോട്ട് പോകാം. അപ്പൊ ഇതിൽ ഏതാണ് ശരിക്കുള്ള രേണു സുധി അല്ലെങ്കിൽ രണ സുന, രേഷ്മ പി തങ്കച്ചൻ എന്നുള്ളൊരു സംശയം എനിക്ക് തോന്നി. നിങ്ങൾക്കും ഇപ്പൊ തോന്നുന്നുണ്ട്. ഇത് കണ്ടോ ഫസ്റ്റ്? ഹായ്, ഹലോ, രേണുസുതിയാണ്. അപ്പം എന്താ പറയുക, ഫോണും ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒന്നും തുറക്കാൻ പറ്റത്തില്ല. യാതൊരുവിധ ബന്ധമില്ലാത്തവരൊക്കെ വന്ന് തെറി വിളിക്കുന്നു. എനിക്കിത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാണ് വരുന്നത്. എല്ലാ വിവാദങ്ങളോടുമുള്ള എനിക്ക് ഇനിയിപ്പോൾ ഒരു വിവാദങ്ങളും ഇതിൽ കൂടുതലൊന്നും ഇനി എനിക്ക് ബാധിക്കാനില്ല. ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എനിക്കിതൊന്നും ബാധിക്കത്തില്ല. ഞാൻ നല്ല തിരക്കിലാണ്. ഞാനിപ്പോഴും ദുബായിലാണ്. ജോലി തിരക്കുമായിട്ട് ഞാൻ നല്ല അടിപൊളിയായിട്ട് പോകുന്നു. ദൈവം സഹായിച്ച് എന്താ പറയുക, സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ട്. ഒരുപാട് താങ്ക് യു സോ മച്ച്. എന്നെ സ്നേഹിക്കുന്നവർക്ക് ഒത്തിരി നന്ദി. പിന്നെ ഇനിയും വരുന്ന വിവാദങ്ങളും ഇപ്പം വരുന്ന വിവാദങ്ങളൊന്നും എന്നെ ഇനി ബാധിക്കുന്ന പ്രശ്നമേ അല്ല. ഞാൻ നല്ല ഹാപ്പി ആയിട്ട് പോകുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങളോടൊക്കെ ഈ തെറി പറയുന്നവരോടൊക്കെ എനിക്ക് ചിരിയാണ് വരാറുള്ളത്. നിങ്ങളുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധമില്ല. പിന്നെ എന്താണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് എനിക്കറിയില്ല. പറഞ്ഞോട്ടെ, അവർക്ക് റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും. സോ ഇനിയും തൊട്ടുള്ള വിവാദങ്ങളൊന്നും എന്നെ ബാധിക്കുന്ന കേസേ അല്ല. അതുപോലെ തന്നെ എനിക്ക് വിവാദങ്ങളോട് പറയാനുള്ള മറുപടികളെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എനിക്ക് സോഷ്യൽ മീഡിയയിൽ വന്ന് നിങ്ങളോട് എനിക്കൊന്നും പറയാനില്ല. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാതെ നിങ്ങൾ നേരിട്ട് വന്ന് ചോദിക്കാം, ഞാൻ നേരിട്ട് സംസാരിക്കാം. സോ ബൈ. രേണുസുതി, ഈ വീഡിയോ ഞാൻ എടുത്ത് സേവ് ചെയ്ത് വെച്ചേക്കും. വേറൊന്നും കൊണ്ടല്ല, ഇനി ഒരു വിവാദത്തിന് ഞാൻ മറുപടി കൊടുക്കാനില്ല എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടേ. ഇതിനു മുമ്പ് നിങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട് ആരെന്ത് പറഞ്ഞാലും ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു സാധനം. എന്നിട്ട് പിന്നെയും നിങ്ങളുടെ കഥകൾ കൊണ്ട് പല ഓൺലൈൻ മീഡിയക്കാരുടെ ഫ്രണ്ടിലും നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം വഴി നിങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. പിടികിട്ടിയോ? പിന്നെ ഇപ്പം ഈ പറഞ്ഞിരിക്കുന്നത് പോലെ നിങ്ങൾ ഭയങ്കര തിരക്കാണല്ലേ. ജോലി എന്താ ചേച്ചി നിങ്ങൾക്ക് അവിടെ ജോലി? അല്ല, അറിയാത്തോണ്ട് ചോദിക്കും. ഒരു ഇനാഗുറേഷന് പോയതല്ലേ. ഒരു ഇനാഗുറേഷൻ ഒരു സ്ഥാപനം കൊണ്ടുപോയി കഴിഞ്ഞാൽ എത്ര ദിവസം കാണും അതിൻ്റെ പ്രൊമോഷൻ? കൂടിപ്പോയ 1-2 ദിവസം. പിന്നെ നിങ്ങളുടെ ജോലി എന്താണ് അവിടെ? എനിക്കത് മനസ്സിലാവാത്തത്. വേറൊരു ഇനാഗുറേഷനോ വേറൊന്നും, ഇടയ്ക്കോ വേറെ എന്തോ ഒരു ബ്യൂട്ടി പാർലറിന് ഏതോ ഒരു പ്രൊമോഷൻ കണ്ടു. അല്ലാതെ വേറൊന്നും കാണുന്നില്ല ചേച്ചി. നിങ്ങളെ പിന്നെ കുറെ അവിടെ കിടന്നിട്ടുള്ള കുത്തിമറിയുന്ന ഡാൻസ് കളിക്കുന്ന റീലൊക്കെയാണ്. അല്ലാതെ വേറെ ഒന്നും കാണുന്നില്ല. നിങ്ങൾ ഈ പറയുന്ന ഇതിന് മാത്രം തിരക്ക് മനസ്സിലാവാത്തോണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങളെപ്പോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങളെക്കാട്ടിലും കൂടുതൽ പ്രൊമോഷൻ ചെയ്യുന്ന ആളുകളെ നമുക്കറിയാം. അവർക്കൊന്നും ഇല്ല ഇതേപോലെ ഒരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ദിവസമൊക്കെ പ്രൊമോഷന്റെ പേരും പറഞ്ഞ് നിൽക്കുന്ന പരിപാടി. എന്താണെങ്കിലും വളരെ സന്തോഷത്തോടു കൂടി രേണു ചേച്ചി ഈ ഒരു വീഡിയോ ഇട്ടു. സ്റ്റോറിയിൽ ഞാൻ നോക്കുമ്പോൾ വേറൊരു വീഡിയോ കിടക്കുന്നു. അതും കൂടെ ഒന്ന് കാണിക്കാമേ. എടി തീർത്താത്തെ, നീ ഒരു ഫോട്ടോ ഇട്ടിട്ട് കുരു പൊട്ടുന്നവര് പൊട്ടട്ടെ എന്ന്. നീ ആരുടെ കൂടെ ഫോട്ടോ ഇട്ടിട്ട് കുരു, ആർക്കെന്ത് കുരു പൊട്ടാനാ? നീ കൊറേ കുറ്റം പറഞ്ഞോണ്ട് നടന്നതല്ലേ? എന്നിട്ട് നീ പോയി ഫോട്ടോ എടുത്തു. ഇത് ആർക്ക് കുരു പൊട്ടാനാ? എനിക്കോ? എനിക്ക് കോപ്പ് പൊട്ടും കുരു. എടി നീയല്ല, നിന്റെ തന്ത വിചാരിച്ചാലും രേണുസുതിര കുരു പൊട്ടാനില്ല. മനസ്സിലായോ? ഇതൊന്നും എന്നെ ബാധിക്കുന്ന കേസേ അല്ല. നീ എന്ത് വേണേലും കാണിക്കടി മറ്റവളെ ഷെഫീന. ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? കുരു പൊട്ടിയോ കുരു പൊട്ടിയില്ലേ? നിങ്ങൾ പറ, എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ പറയണേ. ഷെഫീന അവര് എന്ത് വേണമെങ്കിലും ഇടട്ടെ, ഇത് കാണുന്നവർക്ക് കുരു പൊട്ടട്ടെ എന്ന് പറഞ്ഞ ഒരു സാധനം ഇട്ടു. അത് കണ്ട് കുരു പൊട്ടിയോണ്ടല്ലേ ചേച്ചി നിങ്ങൾ ഒരു റിയാക്ഷനും കൊണ്ട് ഇറങ്ങിയത്. നിങ്ങൾ അത് സംസാരിച്ചുകൊണ്ട് നിങ്ങളുടെ ഒരു സ്റ്റോറിയിലൂടെ പോലും ആണെങ്കിലും നിങ്ങൾ അത് സംസാരിക്കുന്നത് നിങ്ങൾക്ക് കുരു പൊട്ടിയോണ്ടല്ലേ. എന്നിട്ട് ജനങ്ങളുടെ ഫ്രണ്ടിലോട്ട് വന്നിട്ട് എനിക്ക് കുരു ഒന്നും പൊട്ടിയിട്ടില്ല. ആ പറച്ചിൽ തന്നെ ഉണ്ട് കുരു പൊട്ടിയോണ്ടാണ് ഇത് സംസാരിക്കാൻ വന്നതെന്ന്. മനസ്സിലായോ? കാണുന്നവരൊക്കെ എന്താ രേണു, എല്ലാവരും പൊട്ടന്മാരാണെന്നാണോ നിങ്ങളുടെ വിചാരം? അയ്യോ, ഇങ്ങനെ ഒരു
സാധനത്തിനെ ഞാൻ അടുത്തങ്ങും കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തെങ്കിലുമൊക്കെ ആയി പോട്ടെ, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. ജീവിക്കട്ടെ അവർ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ച് ജീവിക്കട്ടെ. അവർ മറ്റേ സബ്സ്ക്രിപ്ഷൻ വഴി എന്ത് കാണിച്ചിട്ടോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിക്കോട്ടെ. പക്ഷെ ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയും കൊണ്ട് ഇറങ്ങുമ്പോൾ മാത്രം നമ്മൾ റിയാക്ട് ചെയ്യും. അത്രേ ഉള്ളൂ. പിടികിട്ടിയോ? പിന്നെ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ അതാ ഒരാൾ വന്നപ്പോൾ റിയാക്ട് ചെയ്തു. അത്രേ ഉള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായങ്ങളാണ് ഇവിടെ പറഞ്ഞത് മുഴുവൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.